ഇന്നത്തെ നമ്മുടെ പരിപാടി മത്തി പൊള്ളിച്ചത്. എന്താ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് മത്തി, നല്ല പച്ച മത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മത്തി ഫ്രൈ ചെയ്യാൻ പോവാം. മത്തിയും കോമ്പിനേഷൻ ചീനിയും പൊളിക്കാൻ പറ്റും. ഇത് നല്ല പച്ച മത്തി വേണം പൊള്ളിക്കാൻ. അല്ലാതെ ഈ കടയിൽ ഫ്രീസറിനകത്തൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ട് വെച്ച് മത്തി ഒന്നും എടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പോഴും നല്ല ഫ്രഷ് മത്തി കടയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ആ ഒരു സമയത്ത് പോയി ഹാർബറിന് വല്ലതും മേടിച്ചിട്ട് വേണം ചെയ്യുന്നത്. നല്ല സൂപ്പറും രണ്ടാമത്തെ നമ്മൾ സെക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പുകയോടുകൂടി നല്ല ഇടലിനായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് എണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലതാണ്. എണ്ണ നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല, ചെറിയ തോതി മാത്രം നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചോളൂ. ഇച്ചിരി എണ്ണ മതി, തോനെ എണ്ണ നമ്മൾ ഒഴിക്കാറില്ല ഇതിനകത്ത്. കുറഞ്ഞ എണ്ണയിൽ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് പൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളത്. നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട്, മണം അടിച്ചിട്ട് വരിക. കണ്ടിട്ടെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം കണ്ട അതിന്റെ മത്തിയാണ്. അത്രയ്ക്ക് വലിപ്പമുള്ള മത്തിയാണ്, നല്ല നെയ്യും പനിഞ്ഞിലുമുള്ള മത്തിയാണ്. കൈ കൊള്ളിക്കും. അത് തിരിച്ചിട്ടിട്ടുണ്ട്. കിടത്തിക്കണം ആഹാരം വെച്ച് വെച്ചാന്ന് തോന്നുന്നു. പൂച്ചയൊക്കെ മണം പിടിച്ചിരിക്കുന്നവിടെ. പൂച്ച വെട്ടി അടിക്കുന്നവിടെ മത്തി പാല് കുടിച്ചിട്ട് നമുക്ക് മീൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 മീനും കൂടെ അനന്തൂച്ചേ 2 ചെയ്യുന്നു. ബാക്കിയെല്ലാം പാത്രം തിരിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ 2 മീനും കൂടെ മത്തി ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി തിരിച്ചേണ്ട സമയം മാത്രം. മത്തിയുടെ വാലും കൈയൊക്കെ പോയിട്ടുണ്ട്. അപ്പൂന് മീൻ തിരിഞ്ഞു പോകുന്നുണ്ട്. വിശക്കുമ്പോ പിന്നെ മീനൊക്കെ നോക്കണോ, കഴിച്ചാ പോലെ. പകുതി എന്റെ വായിച്ച് നീതാണ് പിന്നെ ഫിനിഷിംഗ്. ഇനി നമ്മുടെ തിരിച്ചു സമയം. എല്ലാം ഒന്ന് ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കൂടെ ചേട്ടാ അത് പിന്നെ നടക്കും. പക്ഷെ എനിക്ക് അപ്പുവിന്റെ കൂട്ടുകാര് കാണേണ്ടതാണ്. അപ്പു ഇത്രയും ചീനി കഴിക്കും കേട്ടോ.